ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഞാനും സനയും കൂടി അങ്കനവാടിയിൽ നിന്ന് ട്രിപ്പ് പോവാണ് മലമ്പുഴയ്ക്ക്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. സനുവിനാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പനിയുണ്ട് ചെറുതായിട്ട്. അപ്പം ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടോ കൊണ്ടുപോണേ. ആളതുകൊണ്ട് അത്ര ഉഷാറിലല്ലായിരുന്നു. പിന്നെ ശിവുവിനെ നമ്മൾ കൊണ്ടുപോകണില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ശിവു സൈത്തേണ്ണൊന്നും ഇല്ലാണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോണത്. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി. സത്യം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. വണ്ടിയിൽ കയറേണ്ട താമസം പിള്ളേരെല്ലാരും കൂടി പാട്ടൊക്കെ വെച്ച് തുള്ളാൻ തുടങ്ങി. ലേറ്റ് ആയിട്ട് തന്നെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരം തുള്ളലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സനു ആകെ ആവശ്യതയായി. ആൾക്ക് വയ്യാലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പതേ ഓടി വന്ന് എൻ്റെ മടിയിൽ ഇരിക്കുക കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയൊക്കെ എന്നിട്ടപ്പോഴത്തേക്ക് ആൾ ഉഷാറായി. അപ്പത്തേക്ക് എല്ലാവരും പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അപ്പതേ ഓടി വന്ന് സനു ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പിള്ളേരും മാറി മാറി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാവരും തന്നെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും അങ്ങനെ മടിഞ്ഞിരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും ഒപ്പം നിന്നു. ഞങ്ങൾ ആദ്യം പോയത് പീച്ചി ഡാമിലേക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും വാങ്ങിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് വാശിയെടുക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും സോപ്പിട്ടൊന്ന് മയക്കി നിർത്തിയേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റിന്. സനുവിന് പിന്നെ ഫ്രണ്ട്സ് കൂടെ ഉള്ളത് കൊണ്ട് ആളെന്ന് എടുക്കാനേ പറയുന്നുണ്ടായിരുന്നില്ല. തന്നെ അവരുടെ കൂടെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ചു നേരം നടന്നിട്ട് എടുക്കാനൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാം എത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ആ നേരത്ത് ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള പാർക്കിലേക്ക് പോയി. ഇത് നമ്മുടെ ടീച്ചറാണ് കേട്ടോ. ടീച്ചറിനെ ഒന്ന് കളിയാക്കാന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വിളിച്ചിട്ട് അവർ വരുന്നേ ഉണ്ടായിരുന്നില്ല പോകാന്ന് പറഞ്ഞിട്ട്. ഇതുപോലുള്ള 2-3 ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പാരന്റ്സും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോരാണ്. ഇത് നമ്മുടെ കുതിരാനാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ഇരുട്ടും ലൈറ്റും ഒക്കെ കൂടിയായപ്പോ സൂപ്പർ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മലമ്പുഴയ്ക്ക് തന്നെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ചോറും മാങ്ങാക്കറിയും ചിക്കൻ കറിയും ഒലത്തും അച്ചാറും ഇഞ്ചിക്കറിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഊണ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ്. നേരെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നല്ല വെയിലായിരുന്നു. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. അതികഠിനമായ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. ഇതവിടെ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ്. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് മലമ്പുഴയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ല. നടന്നു കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. കുറച്ചങ്ങ് നടന്നു നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ചേച്ചിമാര് ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നടന്ന് ഞങ്ങളൊരു ഷോപ്പിലേക്കാണ് ആദ്യം ചെന്നത്. കാരണം ദാഹിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു ജ്യൂസ് കുടിക്കാന്ന് കരുതി നിൽക്കുവാണ്. പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസാണ് വാങ്ങിച്ചത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. അങ്ങനെ ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഉഷാറായി വീണ്ടും ഞങ്ങൾ നടത്താൻ ആരംഭിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് ഡാമിന്റെ അടുത്തേക്കാണ് പോയത്. നേരെ ആദ്യം തന്നെ ഡാം കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഡാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ടായിരുന്നു. താഴെയായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. സനുവിന് പിന്നെ യാതൊരുവിധ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ കയറാനൊന്നും. പിന്നെ ഇതാണ് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ തീർത്ത സിമന്റിലുള്ള യക്ഷിയുടെ ശില്പം.
അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിള്ളേരുടെ പാർക്കിലേക്ക് പോയി. അവിടെ ഇരുന്നത് സാനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇത് രണ്ടുപേരും. അവരൊക്കെ ആയിട്ടിരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. സാനുവിന് പിന്നെ പാർക്കിൽ വന്നാൽ പിന്നെ തിരിച്ചു വരാനേ തോന്നില്ല. അത് സാനുവിനും നല്ലതായിട്ട് എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറച്ചധികം നേരം ഞങ്ങൾ പാർക്കിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ റൈഡുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ഞങ്ങൾ ഒന്നും നോക്കാണ്ട് വേഗം ഷോപ്പിൽ പോയി വീണ്ടും ഒരു ഐസ്ക്രീമും കോഫിയും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉപ്പിലിട്ട് കണ്ടപ്പോൾ അതും വാങ്ങി കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ റോപ്പിൽ കയറാൻ വേണ്ടി പോയി. അവിടെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റോപ്പ് വേയിൽ കയറുന്നത്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് കേറാനും ഇറങ്ങാനും മാത്രമേ ചെറിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇതിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. പിന്നെ താഴത്തോട്ട് നോക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. സനുമോൾ ആദ്യം കേറണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അമ്മയില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കേറാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആളെ കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല ട്ടോ. എന്നെ പിടിക്കണ്ടാമ്മ, ഞാൻ തന്നെ ഇരുന്നോളാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആള് പറഞ്ഞുകൊണ്ടിരുന്നത്. ആള് ഭയങ്കര കൂളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഒക്കെ നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ താഴത്തേക്ക് വന്നു. അപ്പത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നൊക്കെ കരുതി നിൽക്കുകയാണ്. കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞ സാനുവിനെ വിളിച്ചപ്പോൾ വേണ്ട അമ്മ പോയി വാങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ ആള് ബസ്സിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഞാനും ഫ്രണ്ടും കൂടി വന്നിട്ട് കളിപ്പാട്ടമൊക്കെ വാങ്ങി. ശിവമോൾക്ക് ഒരു ഡോളിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അവിടെ നിന്ന് ഒരു സർവത്തും കൂടി കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക് പോയത്. പിന്നെ എവിടെ പോയാലും ഫോട്ടോ നമുക്ക് മസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം പിള്ളേരും ടീച്ചറും കൂടി നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയ എല്ലാ പാരൻസും കുട്ടികളും ടീച്ചറും എല്ലാവരും നിന്നും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടായാലും നമുക്ക് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലുമൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ബ്ലോക്ക് ഒക്കെ കിട്ടിയിരുന്നു. പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രദക്ഷിണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. ഞങ്ങൾ കോട്ടയിലും കൂടി കയറാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പോയത്. പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. ശിവമോളെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും നേരം ആളിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണല്ലോ നമുക്കൊന്നൊരു ആശ്വാസം തോന്നുക. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കൊണ്ടുപോകാണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ഓർത്തിട്ട്. പക്ഷെ ആൾ ഓക്കെയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും ഓക്കെ ആയി. വണ്ടിയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായി. അടിപൊളിയായി. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. നേരെ ചെന്ന് ശിവമോളെ കണ്ടു. ദേ ഈ ഡോളൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആള് ഹാപ്പിയായി. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ.